നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 22 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാൻ തയ്യാറാക്കിയത് ജയറാണി ദേവി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ശുഭദിനമാണിത്. സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. അപ്രതീക്ഷിതമായ ധനലാഭത്തോടൊപ്പം ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതിയും ഈ രാശിക്കാർക്കെന്ന് പ്രതീക്ഷിക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സൗഹൃദങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ദിവസമാണിത്. അനാവശ്യ കൂട്ടുകെട്ടുകൾ പണനഷ്ടത്തിനും മാനഹാനിക്കും കാരണമായേക്കാം. തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബസൗഖ്യവും തൊഴിൽ വിജയവും ഉണ്ടാകുന്ന ദിവസമാണിത്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക പുരോഗതിക്കും ശത്രുദോഷങ്ങൾ മാറുകയും ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കുകയും ചെയ്യും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. അതിർത്തി തർക്കങ്ങളോ മറ്റ് നിയമപ്രശ്നങ്ങളോ വഷളാകാതെ നോക്കണം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവർ ജാഗ്രത പുലർത്തുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദീർഘനാളായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാകും. കലാകാരന്മാർക്ക് പുരസ്കാരങ്ങളും സമ്മാനങ്ങളും തേടിയെത്തും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ലാഭം കൊയ്യാവുന്ന ദിവസമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ആരോഗ്യപരമായ പുരോഗതിയും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റവും ഉണ്ടാകും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇന്ന് സാഹചര്യം ഒരുങ്ങും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വന്നേക്കാം. വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉദര രോഗങ്ങളോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. എങ്കിലും ദൈവാനുഗ്രഹത്താൽ രുചികരമായ ഭക്ഷണവും ആസ്വദിക്കാനും മനസുഖം കണ്ടെത്താനും സാധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ യാത്രകൾക്കും വിദേശ കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. എന്നാൽ വ്യക്തിപരമായ ഇടപാടുകളിൽ അതീവ ജാഗ്രത വേണം. അപവാദങ്ങൾ കേൾക്കാനോ മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടാനോ സാധ്യതയുള്ളതിനാൽ ഓരോ നീക്കത്തിലും ശ്രദ്ധ പുലർത്തുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കുന്ന ദിവസമാണിത്. പുതിയ വാഹനമോ വസ്ത്രങ്ങളോ സ്വന്തമാക്കാൻ യോഗമുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. മനസ്സിന് സമാധാനം നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ശത്രുക്കളെ പരാജയപ്പെടുത്തി മുന്നേറാൻ സാധിക്കുന്ന ദിവസമാണിത്. നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾക്ക് സാധ്യത കാണുന്നു. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ദിവസമായിരിക്കും. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നോക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം കരുതൽ ആവശ്യമാണ്. അടുത്ത സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടികൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നത് മനസമാധാനത്തിന് നല്ലതാണ്. പ്രതിസന്ധികളെ ക്ഷമയോടെയും സംയമനത്തോടെയും നേരിടാൻ ശ്രമിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.